പുതിയ വന്ദേ ഭാരത് അനുവദിച്ചിരിക്കുകയാണ്. എറണാകുളത്ത് നിന്ന് തൃശൂർ, പാലക്കാട് വഴി ബംഗളൂരുവിലേക്കാണ് പുതിയ വന്ദേ ഭാരത് ട്രെയിൻ അനുവദിച്ചതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കേരളത്തിൽ നിന്നുള്ള BJP നേതാക്കളെ അറിയിച്ചത്. നവംബർ പകുതിയോടുകൂടി സർവീസ് ആരംഭിക്കും. ജിബിൻ JB വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജിബിൻ, പുതിയ വന്ദേ ഭാരത് കൂടി എത്തുകയാണ്. ആര്യ തന്നെയാണ്. കാരണം കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ബംഗളൂരു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഒരു വന്ദേ ഭാരത് സർവീസ് കൂടി കഴിഞ്ഞ കുറേ നാളുകളായുള്ള ആവശ്യമായിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് BJP സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ നേരിട്ട് കണ്ട ഇത്തരത്തിലൊരു അഭ്യർത്ഥന നടത്തി. അതിനുശേഷം ഓൺലൈൻ വഴിയായിരുന്നു ആ മീറ്റിംഗ്. അതിനെ തുടർന്നാണ് ഉടനടി തന്നെ അത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ BJP നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കേരളത്തിലേക്ക് ഒരു മൂന്നാമത് വന്ദേ ഭാരത് എറണാകുളത്ത് നിന്ന് തൃശൂർ, പാലക്കാട് വഴി ബംഗളൂരിലേക്കാണ് ഈ മൂന്നാമത് വന്ദേ ഭാരത് സർവീസ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള അക്കാര്യം മന്ത്രി തന്നെ റെയിൽവേ മന്ത്രി നേരിട്ട് രാജീവ് ചന്ദ്രശേഖരനെ അറിയിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ വാർത്ത പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും BJP നേതൃത്വം ഇതൊരു വലിയ തങ്ങളുടെ വിജയമായി ചൂണ്ടിക്കാണിക്കുകയാണ്. കാരണം BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ട് കേരളത്തിന്റെ ഒരു ആവശ്യം കേന്ദ്രമന്ത്രിയെ അറിയിക്കുകയും അതിനെ തുടർന്ന് ഓൺലൈൻ വഴിയാണ് ഇക്കാര്യം അറിയിച്ചെങ്കിൽ ഉടനടി തന്നെ അതിനൊരു തീരുമാനം ഉണ്ടായി എന്നാണ് പറയുന്നത്. നവംബറോടുകൂടി തന്നെ ഈ ഒരു സർവീസ് ആരംഭിക്കുമെന്നും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ കൂടി വ്യക്തമാക്കുന്നുണ്ട്. ആര്യ, ശരി ജിബിൻ.